ഹലോ, വെൽക്കം ടു സാലി കിച്ചൻ. ഇന്നത്തെ റെസിപ്പി കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു മീൻകറിയാണ്. പണ്ടേ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തു വരുന്ന ഒരു മെത്തേഡിലുള്ള മീൻകറി. ആലിയ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കുറച്ച് കാലം ഈ ഒരു മീൻകറിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട്, സോറി കേട്ടോ കുറേ ലേറ്റായി പോയി, എന്നാലും ഇന്നലെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു നിങ്ങൾ മീൻകറി ഉണ്ടാക്കല്ലേ, നിങ്ങൾക്ക് എന്താ വീഡിയോ എടുത്തുകൂടെ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ബെൽ ബട്ടൺ ഇപ്പുറം തെളിഞ്ഞു വരും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ കളർ മാറി കറുത്തു പോകരുത്. ഇപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും പിന്നെ ഒരു ചെറിയ പീസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ കറിയിലേക്ക് അവസാനം താളിച്ചൊഴിക്കൊന്നും ചെയ്യില്ല, ഇപ്പം ചെയ്യുന്ന ഇതേ ഉള്ളൂ. സവാള കളറ് മാറരുത്, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ലൈറ്റായിട്ട് സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലധികം പുളി ചേർക്കൂല, തക്കാളിയുടെ പുളിയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് തക്കാളി നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് അടിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാമ്പാർ പുളി, കോൽപ്പുളി, പിഴിപുളി എന്നൊക്കെ പറയാറുണ്ട് ചിലർ. അപ്പോൾ ആ ഒരു പുളിയാണ് ചേർക്കുന്നത്. ചെറിയൊരു പീസ് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചേർക്കാം. കുടംപുളിയല്ല, ഈ ഒരു പുളി മാത്രമേ ചേർക്കുന്നുള്ളൂ. തക്കാളി ചേർത്തതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പുളി ഉണ്ടാവും, അതുകൊണ്ടാണ് ചെറിയ പീസ് എടുത്തതും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി അങ്ങനെയൊന്നുമില്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മുളക് പൊടി തന്നെയാണ്, നല്ല എരിവുള്ള മുളക് പൊടി. ഇപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരിയും ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും പൊടികൾ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി യൂസ് ചെയ്യാം. കണ്ണൂരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പുളിയാട്ടോ. മീൻകറിയിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു പുളി മീൻകറിയിൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടികളൊക്കെ റെഡിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാനാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊരു 1/4 ഭാഗം ഒന്ന് തിളച്ച് വറ്റിയാണ് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് തിളക്കുമ്പോൾ തക്കാളി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല തിക്കായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കരിമീനാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ചെറിയ കരിമീൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിമീൻ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ, അപ്പോൾ അധികം ഒന്നും തിളക്കണ്ട, ഒന്നങ്ങ് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. ഓവറായിട്ട് അങ്ങ് തിളക്കുകയാണെങ്കിൽ മീൻ അടിഞ്ഞു പോവും. അപ്പോൾ അവസാനം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പിന്നെ നമ്മളെപ്പോഴും മീൻകറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുന്നേ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് തണുത്ത് അപ്പോഴായിരിക്കും ആ ഗ്രേവി കറക്റ്റ് ടേസ്റ്റും ഉണ്ടാവാം, നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സും കിട്ടുക. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങ് തിക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫിഷ് കറി ചെയ്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്